പ്രജിത, ഇപ്പോഴേ ഈ ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് ഇന്നലെ ഒരു വിധി വന്നിട്ടുണ്ട്. അതായത് കൗമാര ബന്ധങ്ങളെ നിയമക്കുരുക്കിലാക്കരുത് എന്നാണ് ആ സ്റ്റേറ്റ്മെന്റ് വന്നേക്കുന്നത്. ആ ജഡ്ജിയുടെ പേര് വന്നിട്ട് ജസ്റ്റിസ് ജസ്മീത് സിംഗ് എന്നാണ്. അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ എന്ന് പറഞ്ഞാൽ കൗമാരക്കാരുടെ പരസ്പര സമ്മതത്തോടെയുള്ള പ്രണയബന്ധങ്ങൾ, ആ പ്രണയബന്ധങ്ങൾ നിയമക്കുരുക്കിൽ ആക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 18 വയസ്സാകുന്ന ഒരാള് ഒരു 18 വയസ്സായ ഒരു പയ്യൻ അവന് 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായാൽ അതിനെ ഉടനെ ഒരു പോസ്കോ കേസിലാക്കരുത്. അത് നിയമത്തിൽ അത് കുട്ടികളെ കൗമാരക്കാരെ നിയമക്കുരുക്കിലാക്കുന്നത് തെറ്റാണ് എന്നാണ് കോടതിയുടെ നിരീക്ഷണം. അത് അവര് പരസ്പര ഇപ്പോൾ ഒരാൾക്ക് ഒരാളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെങ്കിൽ അവർ ഇഷ്ടപ്പെട്ടോട്ടെ, അതിനെ ഉടനെ ഇങ്ങനത്തെ ഒരു കേസിൽ ഇപ്പം ആക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് ഈ ജഡ്ജി ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് പ്രണയത്തിനൊരു ഇതുണ്ടായിരുന്നു. പ്രണയം എന്ന് പറഞ്ഞാൽ അതിനൊരു ഒരു ഒരു പവിത്രത, അല്ലെങ്കിൽ അതിനൊരു പ്രത്യേക ഒരു അത് എല്ലാ കാലവും എല്ലാവർക്കും വരുന്ന ഒരു വികാരമാണ്. അതെ, അതിനെ ഇങ്ങനെ കളങ്കപ്പെടുത്തരുത് എന്നാണ് ജഡ്ജി ഇതുകൊണ്ട് ഉദ്ദേശിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ അതിനെ കുറിച്ച് പറയാം? കളങ്കപ്പെടുത്തരുത് എന്നൊക്കെ പറയുന്നത് നല്ലത് തന്നെയാണ്. ഈ പറഞ്ഞ പേരോടുകൂടിയ നിയമം പോസ്കോ കേസോട് കൂടി അപ്പോ ഞാൻ പറയുന്നത് ഇതൊക്കെ നല്ലത് തന്നെയാണ് ചേട്ടാ, കുഴപ്പമൊന്നുമില്ല. എന്തായാലും നിയമവിധേയമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഇനി പ്രണയിക്കാൻ പറ്റും. പക്ഷെ ഇത് മാതാപിതാക്കളുടെ തലയ്ക്ക് മുകളിൽ ഒരു അമിട്ട് പൊട്ടിയ പോലെ ആയിപ്പോയി, അല്ലെങ്കിൽ ഒരു മൂട്ടി കൊണ്ടുവന്ന് അമിട്ട് പൊട്ടിച്ച പോലെയാ എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ തന്നെ ഒരു ടീനേജ് ഒക്കെ ആകുമ്പോഴേക്കും കുട്ടികളിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ, ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവർക്ക് ആരും ആയിക്കോട്ടെ, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഇവർക്ക് പരസ്പരം അറിയാനുള്ള ഒരു ത്വരയും ഒരു ഇഷ്ടവും അതൊക്കെ ഉണ്ടാവുന്നതാണ്. പക്ഷേ ആ സമയത്ത് ഈ കുട്ടികളുടെ പ്രാഥമിക വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൂടി ഓർക്കണം. പക്ഷെ അങ്ങനെയാണെങ്കിൽ മുൻപുള്ള കാലത്തൊക്കെ ഈ പ്രണയം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് 8ാം ക്ലാസ്സുകാരി 10ാം ക്ലാസ്സുകാരിൽ നിന്ന് ഗർഭിണിയാകുന്ന അവസ്ഥയുള്ള കാലഘട്ടമാണ്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ഇതൊക്കെ എല്ലാ നാടുകളിലും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ അതെ, അപ്പോ ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ മാത്രമല്ല, ഈ പ്രണയത്തെ വകതിരിവോടുകൂടി കാണാനായിട്ട് ഇന്നത്തെ തലമുറയ്ക്ക് കഴിയുന്നില്ല. ഇവർ വളരെ വേഗം പ്രണയത്തിലാകുന്നുണ്ട്. പക്ഷേ അതെ, അവരുടെ ഒരു ഫിസിക്കൽ നീഡ് കൂടി ഇതിലേക്ക് വരുന്നുണ്ട്. കാരണം നമ്മളിത് 18 വയസ്സ് എന്നുള്ളൊരു ആ ഒരു പ്രായത്തിൽ മാത്രമായിട്ട് ഊന്നി നിൽക്കരുതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ 8ാം ക്ലാസ്സുകാരി 10ാം ക്ലാസ്സുകാരിൽ നിന്ന് ഇത്തരത്തിൽ ഗർഭിണിയാവുകയും പ്രസവിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇവരുടെ ഏജ് വെച്ചിട്ട് ഇവരെ ഇങ്ങനെ എന്താ പറയാ, ചെറിയ കുട്ടികളെ എന്ന് പറയാൻ പറ്റില്ല. അല്ല, ഇതിലെ ഈ ജഡ്ജി ഇപ്പം സ്നേഹം എന്നതൊരു മൗലികമായ മാനുഷികമായ അനുഭവമാണ്. സ്നേഹം മാനുഷികമായ അനുഭവമാണ്. കൗമാരക്കാർക്ക് വൈകാരിക ബന്ധങ്ങൾ ഉണ്ടാകാൻ അവകാശമുണ്ട്. പരസ്പര സമൂഹത്തോടെയുള്ള ഇത്തരം ബന്ധങ്ങളെ അംഗീകരിക്കാൻ സമൂഹം തയ്യാറാവണം. അപ്പോൾ ഈ അച്ഛനും അമ്മയൊക്കെ ആ മക്കളെ നിങ്ങൾ പ്രണയിച്ചോളൂ എന്ന് പറയണമെന്നാണോ പറയുന്നത്? അല്ല, ഈ പ്രജിത തുടക്കത്തിൽ സംസാരിച്ചപ്പോൾ അതിനെ ഒരു കോമഡി ആയിട്ട് കണ്ടങ്ങ് ചിരിച്ചു. സത്യത്തിൽ ഇത് ഈ പറയുന്ന കാര്യം കേൾക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് സിനിമാ സംവിധായകനാണ്. അദ്ദേഹത്തിനോട് ഞങ്ങളിങ്ങനെ ചുമ്മാ ഒരു സിനിമാ സ്വപ്നങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നവരാണ്. അങ്ങനെ അവനോട് ഞാൻ പറഞ്ഞു, നമുക്കൊരു നല്ല പ്രണയകഥ നമുക്കൊരു സാധനം ചെയ്താലോ എന്ന് അവനോട് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞു, അയ്യപ്പ ഇന്നത്തെ കാലത്ത് എന്ത് പ്രണയമാണ്. അയ്യപ്പനിപ്പോൾ എത്ര ഒരു മനോഹരമായ ഒരു കഥ പറഞ്ഞിരുന്നാലും ഇന്നിപ്പോൾ ആർക്കും പ്രണയമൊന്നും വേണ്ട. ഇൻഫാക്ച്വേഷനും അപ്പുറം എന്താ സിറ്റുവേഷൻഷിപ്പും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെയാണ്. ഈ പ്രണയം എന്ന് പറഞ്ഞ് പലപ്പോഴും കൂത്താടുന്നതാണ്, അങ്ങനെ തന്നെ പറയേണ്ടി വരും. പലതും കാണുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, യഥാർത്ഥ പ്രണയം എന്തെന്ന് ഇന്നത്തെ കാലത്തെ പല തലമുറയ്ക്ക് അറിയില്ല, പലർക്കും അറിയില്ല. അപ്പോൾ ഇതിൽ പലരും ഇവരുടെ കയ്യിൽ ഇപ്പോഴുള്ളത് ഫോണാണോ ഉള്ള കാര്യം ഞാനങ്ങനെ തുറന്നു പറയാം. ഇവരുടെ കയ്യിലുള്ളത് ഫോൺ
ഫോണാണ്. ഇവർ നമ്മളൊന്നും കാണാതെ പല തരത്തിലുള്ള വീഡിയോസും കാണുന്നുണ്ട്. ഇവർക്ക് പ്രണയം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഇതെന്താണ് എന്നറിയാനുള്ള ക്യൂരിയോസിറ്റിയാണ് കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രണയം നല്ല വികാരമാണ്. ഇപ്പോഴും ഇന്നത്തെ കാലത്ത് ഈ ഒരു പക്ഷേ ഈ പറയുന്ന ഏജിലുള്ളവരൊക്കെ വളരെ ആത്മാർത്ഥമായിട്ടൊക്കെ പ്രണയിക്കുന്നവരുണ്ടാകാം, ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. എല്ലാ കാലത്തും രണ്ട് തരത്തിലുള്ള ആളുകളുണ്ടല്ലോ. പക്ഷേ ഈ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഒരു നിയമപരമായ കൺസെന്റ് കൂടി നൽകുമ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ഏത് രീതിയിലേക്ക് പോകുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഭീതിയില്ലാതെ പ്രണയിക്കാൻ കഴിയണമെന്നാണ്, ഭീതിയില്ലാതെ. അതായത് ഈ കേസ് ചൂഷണമോ പീഡനമോ ഇല്ലാത്തിടത്തോളം ക്രിമിനൽ കേസിൽ അകപ്പെടുമോ എന്ന ഭീതിയില്ലാതെ കൗമാരക്കാർക്ക്. അതായത് അദ്ദേഹം പറഞ്ഞു വെച്ചതേ അതെ, അദ്ദേഹം പറഞ്ഞു വെച്ചത് എനിക്ക് തോന്നുന്നത്, ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് പ്രണയിക്കാം, ഈ പ്രണയത്തിനൊരു ബ്രേക്കും ഉണ്ടാവാം. അതാണ് പിന്നീട് ആയിട്ട് പീഡിപ്പിച്ചു അത്തരത്തിലുള്ള കാര്യങ്ങൾ പോക്സോ കേസ് ഉൾപ്പെടെ വരാതെ ശ്രദ്ധിക്കണം. പക്ഷേ ഇവിടെ വളരെ ബുദ്ധിയുറച്ച സ്ത്രീകൾ പോലും പുരുഷന്മാർ പോലും ഇത്തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് പോവുകയും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പുരുഷൻ പീഡിപ്പിച്ചു എന്ന് പറയുകയും ചെയ്യുന്ന കാലഘട്ടമാണിത്. അപ്പോൾ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് എത്രത്തോളം ബുദ്ധി ഉറച്ചിട്ടുണ്ടാകുമെന്ന് ആലോചിച്ചാൽ മതി. അത് തന്നെയാണ് കറക്റ്റ്. 18 വയസ്സുകാരൻ ഇപ്പൊ 16 വയസ്സുകാരിയുമായിട്ട് ഇഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞു, എന്നിട്ട് പിന്നെ അതിനെ പോക്സോ കേസാക്കി മാറ്റുന്ന ആ ഒരു സ്റ്റൈലിലേക്ക് പോകുന്ന ഒരു ഇതാണ്. അതാണ് ഈ ജഡ്ജി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇഷ്ടത്തോടെ പോയെങ്കിൽ അതിനെ പിന്നെ ഇപ്പൊ പറഞ്ഞ പോലെ എന്നെ പീഡിപ്പിച്ചു, എന്നെ അത് ചെയ്തു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് തന്നെയാണ് ഇതിലൂടെ ഈ ജഡ്ജി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ വിവേചിച്ചറിയാനുള്ള ബുദ്ധി ഇപ്പോൾ എന്ത് കണ്ടാലും എപ്പോഴും ഇതിന്റെ മുമ്പിലിരുന്ന് തോണ്ടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ തലമുറയ്ക്ക് ഉണ്ടാകും. കാണാൻ പറ്റാത്തതൊക്കെ കാണുന്നതും ഒക്കെയാണല്ലോ പോൺ വീഡിയോസിന്റെ ഒക്കെ അഡിക്ഷൻ. ചേട്ടാ പോൺ വീഡിയോസ് ഒന്നും കാണണ്ട, എന്തിനാ പോൺ വീഡിയോസ്? ഇന്നത്തെ ഹിന്ദി ഫിലിം സോങ് എന്തിനും മലയാള സിനിമയിലെ ചില സീനുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ഇന്റിമേറ്റ് സീനുകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ട് തോന്നാറുണ്ട് എൻ്റെ മക്കളുടെയൊക്കെ മുമ്പിലിരുന്ന് കാണാനായിട്ട്. നമ്മൾ പറയും അത് കഥാപാത്രം ആവശ്യപ്പെടുന്നതാണ്. ഈ കഥാപാത്രം ആവശ്യപ്പെടുന്ന ഇത്തരം സീനുകളില്ലാതെയും ഈ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ വമ്പൻ ഹിറ്റുകളായിരുന്നു. ഇന്നും അതൊക്കെ വീണ്ടും വീണ്ടും നമ്മൾ കണ്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടം കൂടിയാണ്. പ്രണയം മാത്രം സബ്ജക്റ്റ് ആയിട്ടുള്ള നിരവധി സിനിമകൾ ഞങ്ങളുടെയൊക്കെ കൗമാരകാലത്ത് ഉണ്ടായിട്ടുണ്ട്. നിരവധി സിനിമകളുണ്ട്, എനിക്ക് പറയാൻ ഒരുപാട് പേരുണ്ട്. അതെ, അപ്പോൾ ഞാൻ പറഞ്ഞത് ചേട്ടൻ പറഞ്ഞ ഈ കാര്യം ഒരുപക്ഷെ ആ ജഡ്ജ് അദ്ദേഹം നല്ല വശം മാത്രം കണ്ടുകൊണ്ടാണ് പറഞ്ഞ രണ്ടാം ഭാഗം. അതാണ് കറക്റ്റ്. അതായത് വിളിച്ചോണ്ട് പോയിട്ട് കൂടെ പോയിട്ട് എന്നെ അവൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അതാണ് ഞാനും പറഞ്ഞത്. ഈ സ്ത്രീകൾ പലപ്പോഴും പോയിട്ടെ അതായത് പോയിട്ട് പിന്നീട് പറയുന്നുണ്ടല്ലോ ഉഭയകക്ഷി താല്പര്യത്താൽ തന്നെ രണ്ടുപേരുടെ സമ്മതത്തോടെ ബന്ധപ്പെട്ടിട്ട് പിന്നെ വിളിച്ചു പറയുന്നത് അങ്ങനെയുള്ള നിരവധി കേസുകൾ വരുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള വകതിരിവ് നമ്മുടെ മക്കൾക്ക് ഈ തലമുറയ്ക്ക് ഉണ്ടാകില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്ക് ഇപ്പോഴത്തെ ആ ഒരു നിമിഷത്തെ ഒരു കാര്യം മാത്രമാണ്, അതായത് ഒരു താൽക്കാലികമായുള്ളൊരു ഇത് മാത്രമാണ് അവർക്ക് ഇന്നത്തെ പ്രണയം എന്ന് പറയുന്നത് ശരിക്കും ശാരീരികമായിട്ടുള്ള ഈ പറഞ്ഞ പോലെ അവർക്ക് എന്തോ ഒരു ആകർഷണം, ആ ആകർഷണത്തിൽ എന്താണെന്ന് അറിയാനുള്ള ഒരു ഉത്സുകത, അത് മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ അല്ലാത്തവരുണ്ടാകാം, അവരെയും നമ്മൾ മാനിക്കുന്നുണ്ടാവും. പക്ഷേ എന്താ പറയാ, ഇതായിരിക്കാം പ്രധാനമായിട്ടും ഈ ഒരു, അതായത് ചേട്ടന് അറിയാലോ, എന്നെക്കാളൊക്കെ കൂടുതൽ അറിയാൻ പറ്റുമല്ലോ, ഈ ഒരു കൗമാര കാലഘട്ടം എന്ന് പറയുമ്പോഴുണ്ടാകുന്ന ഒരു ചടുലതയും ചാബല്യങ്ങളും അതൊന്നും നമ്മളെ എത്ര ഫോർവേഡായിട്ട് പോകുമ്പോഴും അതൊന്നും ഇല്ലാതെയല്ല പോകുന്നത്. ഇതിലൂടെ തന്നെയാണ് ഇതിലേക്ക് പോകുന്നത്. അത് നമ്മുടെ ആ വളർച്ചയുടെ ഭാഗമായിട്ട് അത് കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ മാത്രമാണ്. ഈ ചാബല്യങ്ങൾ പലതരത്തിൽ മനസ്സിൽ തന്നെ ഉണ്ടാകും. അതെ, അത് ഈ കാലഘട്ടത്തിന്റെ മാറ്റം അനുസരിച്ച് രൂപം മാറിക്കൊണ്ടിരിക്കും. അതെ, അത്രയേ ഉണ്ടാവും. അത്രയേ ഉള്ളൂ.